നമ്മൾ അബ്രോഡ് സ്റ്റഡീസിനെ വളരെയധികം പൈസ ചിലവുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള UK, കാനഡ, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയുള്ള കൺട്രീസിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് പെർ ഇയർ ഏകദേശം ഒരു 15 തൊട്ട് 20 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ട്. അങ്ങനെ ഒരു നമ്മൾ 4 വർഷം അല്ലെങ്കിൽ 5 വർഷം സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഫീസ് മാത്രമായിട്ട് വരും. ഇവിടെയാണ് നമ്മളുടെ യൂറോപ്യൻ കൺട്രീസിൻ്റെ പ്രത്യേകത വരുന്നത്. ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ കുറച്ചിടെയായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു പേരാണ് ലാറ്റ്വിയ. അതെ, യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഫീസിൽ നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. അവരുടെ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസും തന്നെയാണ് അവരെ ഇത്രയ്ക്കധികം പോപ്പുലർ ആക്കിയത്. ഇനി എന്തൊക്കെയാണ് ലാറ്റ്വിയയിൽ പഠിച്ചാലുള്ള നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഏറ്റവും മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ അഫോർഡബിൾ ഫീസ് തന്നെയാണ്. ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ വരെ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ ഫീസ് തൊട്ടിട്ട് വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് മാത്രമല്ല അവിടുത്തെ ലിവിങ് കോസ്റ്റും വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ പോയി കഴിഞ്ഞാൽ വലിയൊരു ബേർഡൻ വരുന്നില്ല സ്റ്റഡീസിന്. മാത്രമല്ല ഏകദേശം ഒരു വീക്കിൽ 20 മണിക്കൂറോളം അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട് ടൈം ജോബിലെ ഏണിങ്സിനോട് കൂടിയിട്ട് അവരുടെ ഡെയിലി അല്ലെങ്കിൽ ലിവിങ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം തീർന്നു പോകും. അതുകൊണ്ടാണ് ഏറ്റവും അഫോർഡബിൾ കൺട്രി എന്ന് നമ്മൾ ലാറ്റ്വിയനെ പറയുന്നത്. ഇനി സ്റ്റേ ബാക്ക് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റ്വിയയിൽ സ്റ്റേ ബാക്ക് വരുന്നത് 1 വർഷമാണ്. ആ 1 വർഷത്തിൽ അവർക്ക് ഏത് യൂറോപ്യൻ കൺട്രിയിലോട്ട് വേണമെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനും ജോലി കണ്ടെത്താനും സാധിക്കുന്നു. ലാറ്റ്വിയ ഒരു യൂറോപ്യൻ യൂണിയനിൽ വരുന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് അവർക്ക് ജോലി കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല, ഇൻറ്റേൺഷിപ്പിനാണെന്നുണ്ടെങ്കിലും ട്രാവലിനാണെന്നുണ്ടെങ്കിലും ഒക്കെ 26 യൂറോപ്യൻ കൺട്രീസിൽ ഏത് കൺട്രീസ് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും അവിടുത്തെ നമ്മൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വേൾഡിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലെയും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പ്രീവിയസ് 5 വർഷമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ് ലാറ്റ്വിയ. അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ഒരു ഗ്ലോബൽ എക്സ്പ്ലോഷർ വളരെയധികം വലുതായിരിക്കും. ലാറ്റ്വിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മളുടെ തന്നെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ് എല്ലാം അവിടെ ഹോട്ടൽസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അവരെല്ലാവരും അവിടെ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ നെക്സ്റ്റ് ഇയറിലോട്ടുള്ള ഫീസും അതുപോലെ തന്നെ അവരുടെ ലിവിങ് കോസ്റ്റും കണ്ടെത്തുന്നത്. മാത്രമല്ല നിങ്ങൾ നാളെ അവിടെ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റേ ബാക്ക് പീരീഡിൽ അവിടെ ഒരു ജോലി കിട്ടി സെറ്റിൽഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. അവിടുത്തെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2% മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു 7 അല്ലെങ്കിൽ 8% ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ആയിരിക്കും ലോൺ എടുത്ത് അവിടെ പഠിക്കാൻ പോകുന്നത്. വൺസ് നിങ്ങൾ അവിടെ ജോലി കിട്ടി സെറ്റിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ലോണിനെ അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്താലും 2% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ് എല്ലാവരും പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡൗട്ട് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുക എങ്ങനെയായിരിക്കും ലാറ്റ്വിയയിലെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നതെന്നായിരിക്കും. അത് ഓഫ് കോഴ്സ് ഒരു ലോങ് പ്രോസസ്സാണ്. ഒരു ഇയറിൽ നമുക്ക് ഫെബ്രുവരി അതുപോലെ സെപ്റ്റംബറിലാണ് ഇൻടേക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് തൊട്ട് നിങ്ങളുടെ വിസ അപ്രൂവൽ ആവുന്ന വരെയുള്ള ഓരോ സ്റ്റെപ്പും നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മളുടെ പ്രീവിയസ് കാൻഡിഡേറ്റ്സിനോട് നേരിട്ട് സംസാരിക്കാൻ എല്ലാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും.